ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. സോ യൂട്യൂബ്, നിങ്ങളൊരു സ്റ്റാർട്ടർ യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ വ്യൂസ് അതുപോലെ തന്നെ ഹയർ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ള ചില ട്രിക്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. സോ അത് ഞാൻ ആദ്യം തന്നെ പറയാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ലെങ്തി വീഡിയോയ്ക്ക് അപ്ലിക്കബിൾ അല്ല. മേ ബി ആവാം, പക്ഷെ എന്നാലും കൂടുതലും ലെങ്തി വീഡിയോയ്ക്ക് അപ്ലിക്കബിൾ ആവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാർട്ടിങ് യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്കൊന്നും വ്യൂ ചെയ്യാൻ ലെങ്തി വീഡിയോസ് സജഷൻസ് പോകാൻ വളരെ കുറവായിരിക്കും ചാൻസ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഷോർട്സ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ലെങ്തി വീഡിയോസ് യൂട്യൂബ് അൽഗോരിതം മറ്റുള്ളവർക്ക് സജഷൻ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സജഷൻസ് നമ്മുടെ ഈ ഒരു ഷോർട്സിന് യൂട്യൂബ് അൽഗോരിതം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോസ് എന്ന് പറയുന്നത് യൂട്യൂബ് ഷോർട്സ് ഫീഡിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഷോ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, ഓക്കെ, കമ്പാരിറ്റീവ്ലി ലെങ്തി വീഡിയോസിന്. സോ ഷോർട്സിൽ ഞാൻ പറയുന്ന ഈ ട്രിക്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ ആ ട്രിക്സ് എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും പറയാറുള്ള പോലെ നല്ലൊരു ക്യാച്ചി ക്യാപ്ഷൻ, അതുപോലെ ക്യാച്ചി ഡിസ്ക്രിപ്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിലും ടൈറ്റിൽ എന്ന് പറയുന്നത് നല്ല ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് കാണാൻ ചാൻസ് കൂടുതലായിരിക്കും എന്നുള്ളതൊക്കെ കാര്യമുള്ള കാര്യം തന്നെ. പക്ഷേ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം കൂടുതലും ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ട്രെൻഡിങ്, അതുപോലെ തന്നെ ഹാഷ് ട്രെൻഡിങ്, അതുപോലെ ഹാഷ് ഷോർട്സ് യൂട്യൂബ്സ് എന്നുള്ള രീതിയിലുള്ള ഹാഷ്ടാഗ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആ ഒരു വീഡിയോ എത്താനുള്ള ചാൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നിങ്ങളുടെ വീഡിയോസും എത്താനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആൻഡ് വൺ മോർ തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസിനകത്ത് ജസ്റ്റ് നിങ്ങളുടെ ഒറിജിനൽ സൗണ്ടിന് പകരം യൂട്യൂബിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്സ് ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്സിനകത്ത് ഹയർ വ്യൂസ് കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വോയിസ് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അത്രത്തോളം റീച്ച് ആവണമെന്നുള്ള ചാൻസ് ഉണ്ടാവില്ല. പക്ഷേ അതേത് യൂട്യൂബിനകത്തുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്സ് ആണ് നിങ്ങൾ അതിനകത്ത് സൗണ്ടായിട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആഡ് മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു വീഡിയോൻ്റെ വ്യൂസ് അല്ലെങ്കിൽ ആ ഷോർട്സിൻ്റെ വ്യൂസ് കൂടാനുള്ള ചാൻസ് വളരെയധികമാണ്. അപ്പോൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ്സ് ആൻഡ് മ്യൂസിക്, ഓക്കെ, ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്, ഓക്കെ, ഇത് മൂന്നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്രത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസും അതുപോലെ തന്നെ ലൈക്സും കിട്ടാനുള്ള ചാൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആൻഡ് വൺ മോർ തിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് നിങ്ങൾ സ്വയമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതും പ്ലസ് നമുക്ക് യൂട്യൂബിൽ തന്നെ റീമിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തരുന്നുണ്ട്. ആ ഈ റീമിക്സ് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗ്രീൻ വീഡിയോ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ, അതുപോലെ തന്നെ കൊലാബ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കൊലാബിൽ നിങ്ങൾ പോയിട്ട് ഒരു വീഡിയോ മറ്റൊരു യൂട്യൂബർ ക്രിയേറ്ററിൻ്റെ വീഡിയോസ് നിങ്ങൾ കൊലാബ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു അനദർ യൂട്യൂബറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ ഷോർട്സ് തന്നെ ഓൾമോസ്റ്റ് ഒരു 4 മില്യൺ 5 മില്യൺ തോളം പോയി എന്ന് വയ്ക്കുക. സോ ആ വീഡിയോ നിങ്ങൾ റീമിക്സ് ചെയ്ത് നിങ്ങൾ കൊലാബ് ചെയ്യാമെന്ന് വയ്ക്കുക വിത്ത് യുവർ ഫേസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയതിൻ്റെ അത്രത്തോളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു വ്യൂസ് നിങ്ങൾക്ക് ആ ഒരു കൊലാബ് വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഒരു 4 മില്യൺ കൂടുതലും ട്രെൻഡിങ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്യുള്ളൂ. ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളിപ്പോൾ ഇപ്പോൾ 27 മില്യൺ പോയാലും ശരി, അത് നിങ്ങളിപ്പോൾ കൊലാബ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കൂടി അത്ര വ്യൂസ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുവിധം ഹൈ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് മില്യൺ വ്യൂസ് പോകുന്ന വീഡിയോസിനെ നിങ്ങൾ കൊലാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ അത്രത്തോളം എന്ന് പറയാൻ പാടില്ല, അപ്പോൾ ഓൾമോസ്റ്റ് പാതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം വ്യൂസൊക്കെ നിങ്ങൾക്ക് കിട്ടാനും ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ 4 മില്യൻ്റെ 1/4 ഭാഗം പറഞ്ഞാൽ കൂടി നമുക്ക് ആയല്ലോ, അത്യാവശ്യം 1 മില്യണോളം നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ കൊലാബ് വീഡിയോസ്, ട്രെൻഡിങ് ആയിട്ടുള്ള കൊലാബ് വീഡിയോസ് റിയാക്ട് ചെയ്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം നമുക്കറിയാം, നമുക്കൊരു സ്റ്റാർട്ടിങ് യൂട്യൂബർ ആണെങ്കിൽ നമ്മളിടുന്ന ലെങ്തി വീഡിയോസ് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര കഷ്ടമായിരിക്കും. കാരണം
ഈച്ച കുഞ്ഞു പോലും നമ്മളുടെ ചാനലിലോട്ട് കയറി വരാൻ നമുക്ക് തോന്നില്ല. കാരണം അത്രത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഫേസ് ചെയ്യുന്നത്. സോ അവർക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂസും വലിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു കൊലാബ് വീഡിയോസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സൗണ്ട് യൂസ് ചെയ്യുക, ട്രെൻഡിങ് ടോപ്പിക്കിനെ കുറിച്ച് ഇടുക, ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഇതുവഴി നമുക്ക് ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും സ്റ്റാർട്ടിങ് യൂട്യൂബർക്ക് അട്രാക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുറച്ച് ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ തന്നെ പറയുന്നു, ഇത് ഫുള്ളായിട്ടും നമുക്കൊരു ഷോർട്സിനെ അപ്ലിക്കബിൾ ആവുള്ളൂ. ഇത് ലെങ്തി വീഡിയോസിന് ഇടുകയാണെങ്കിൽ കൂടി വളരെ ചാൻസസ് കുറവായിരിക്കും. കാരണം ലെങ്തി വീഡിയോസ് യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ഒരുപാട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഷോർട്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. സോ കൂടുതലും ഈ ഓപ്ഷൻസ് നമുക്ക് അപ്ലിക്കബിൾ ആവുന്നത് ഷോർട്സിനായിരിക്കും കംപ്ലീറ്റ്ലി. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഷോർട്സ് വഴി ഒരുപാട് ആളുകളെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ബേസ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക. അതായത് ഒരുപാട് യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വയമായിട്ടുള്ള കണ്ടൻറ്റ് ചൂസ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. സോ അത്യാവശ്യം നമുക്ക് ആ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ളത് നമുക്ക് ലെങ്തി വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരുവിധം നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഉണ്ടാക്കിയെടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ്സ്, അതുപോലെ തന്നെ ട്രെൻഡിങ് സൗണ്ട്സ് ഓർ മ്യൂസിക് ആൻഡ് ഓൾസോ കൊലാബ് വീഡിയോസ്, സോ ഓർ ഗ്രീൻ വീഡിയോസ്. സോ ഇതെല്ലാം അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് വ്യൂസും കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ള ട്രിക്സ് ആൻഡ് ടെക്നിക്സ് ആണ്. സോ അത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗമായെന്ന് വിചാരിക്കുന്നു. സോ ആർക്കെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Thank you. Bye bye.